and the truth and the life. No one comes to the Father but by me. John chapter 14 verse 6. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, നമ്മൾ ആരാധനാക്രമ മത്സരത്തിൽ ആണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കുന്നത് ആരാധനാക്രമത്തെക്കുറിച്ചാണ്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ആത്മീയ മണ്ഡലത്തെ വളരെ സ്വാധീനിക്കുന്നതാണ് ലിറ്റോർജി, ആരാധനാക്രമം. ഒരല്പം നമുക്ക് ശ്രമകരമായി തോന്നുക. കഴിഞ്ഞ ദിവസം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരമ്മ വന്ന് പറഞ്ഞു, വെച്ചാൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എനിക്ക് കാര്യങ്ങളങ്ങോട്ട് ഇപ്പോഴെനിക്ക് മനസ്സിലായി പിടികിട്ടുന്നില്ല. ഇത് ഒരല്പം ഗഹനമായ കാര്യങ്ങളാണ്. എങ്കിലും നമ്മൾ കുറേ പേരെങ്കിലും ഇതിനകത്ത് നിന്ന് ഒരു അർത്ഥം കണ്ടെത്താനും ഈ ആരാധനാക്രമത്തിലൂടെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുവാനുമായിട്ട് ദൈവം നമ്മളിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. അതായത് ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ രണ്ട് തരത്തിൽ കൃപയുണ്ട്. രണ്ട് തരത്തിലാണ് കൃപ. ഇപ്പം ഞാനിവിടെ പ്രസംഗിക്കുന്നു, ഇതൊരു കൃപയാണ്. ഇവിടെ ജയേഷ് ബ്രദർ പാട്ട് പാടുന്നു, അതൊരു കൃപയാണ്. ലിയ മോള് വായിക്കുന്നു, അതൊരു കൃപയാണ്. ഇവിടെ കുഞ്ഞുങ്ങൾ ശുശ്രൂഷയ്ക്ക് കൂടുന്നു, അതൊരു കൃപയാണ്. വിവാഹ ജീവിതം ഭംഗിയായി കൊണ്ടുപോകുന്ന ഒരു കൃപയാണ്. പഠിക്കാനൊരു കൃപ, ജോലി ചെയ്യാനൊരു കൃപ, ജോലി തുടങ്ങി വെക്കുന്നത് പൂർത്തീകരിക്കാൻ ഒരു കൃപ, ഒരാളോട് സ്നേഹത്തോടെ ഇടപെടാൻ, നയിക്കാൻ, വിശുദ്ധീകരിക്കാൻ, പഠിപ്പിക്കാൻ ഒരു എല്ലാത്തിനും ഒരു കൃപയാണ്. ഹല്ലേലൂയ. ഈ കൃപയുടെ പേരാണ് പ്രവർത്തക വരപ്രസാദം, എഡിഫൈയിങ് ഗ്രേസ്. ഈ കൃപ എല്ലാവർക്കും വേണം. ഇതാണ് സഭയെ വളർത്തുന്നത്, ഇതാണ് കുടുംബത്തെ വളർത്തുന്നത്, ഇതാണ് ഒരു വ്യക്തിയുടെ സമൂഹത്തെ വളർത്തുന്നത്. കാരണം ഈ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെങ്കിലേക്ക് വളരാൻ പറ്റൂ. ഉദാഹരണത്തിന് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും ഒരു തകർച്ചയുണ്ട്, ഒരു ലെവല് കഴിഞ്ഞ. ഉദാഹരണത്തിന് നമ്മൾ സംഗീതം എടുത്തു നോക്കുക. പണ്ട് സംഗീതം എന്ന് പറയുന്നത് ദേവസംഗീതമാണ്, ദൈവിക സംഗീതമായിരുന്നു. സംഗീതത്തിന് ഒരു എപ്പോഴും ഒരു ദൈവിക തലമുണ്ടായിരുന്നു, ഒരു ലിറ്റോർജിക്കൽ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന ഒരു സംഗീതം ഉണ്ടായിരുന്നു. പിന്നീട് ക്രമേണ സംഗീതം അത് രാജാക്കന്മാരെയും അധികാരികളെയും ഒക്കെ വാഴ്ത്തി പുകഴ്ത്തുന്ന സംഗീതങ്ങളായി, രാജസംഗീതം. പിന്നീട് അത് പിന്നെയും പ്രണയ സംഗീതമായി, വയലാറിൻ്റെ കവിതകൾ കണക്കെ. അതിൽ നിന്ന് പിന്നെയും അത് പോപ്പും റാപ്പുമായി ഇക്കളിപ്പെടുത്തുന്ന സംഗീതമായി. സംഗീതത്തിൻ്റെ താഴ്ച. സംഗീതം നല്ല അതായത് മനുഷ്യൻ്റെ മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നതാണ് സംഗീതം. ഈ സംഗീതം താണ് പോയി. ഇതുപോലെയാണ് സാഹിത്യം. പണ്ട് വേദസാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലെ കഥകളൊക്കെ ഒന്ന് എടുത്തു നോക്കിയേ. ബൈബിളിലെ കഥകളിനകത്ത് ചരിത്രത്തിൻ്റെ അംശമുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ചരിത്രത്തെ കവച്ചു വെക്കുന്ന സാഹിത്യമാണ് വേദസാഹിത്യം. എന്ന് പറഞ്ഞാൽ ഏത് കാലത്തിലും, ചരിത്രത്തിലെ ഇന്ന കാലത്തിലേക്ക് മാത്രമല്ല, ഏത് കാലത്തിനും ഏത് കാലഘട്ടത്തിലെ മനുഷ്യനും ഈ ബൈബിളിലെ കഥകൾ ഫ്രഷാണ്. ധൂർത്തപുത്രന്റെ ഉപമ 2000 വർഷം മുമ്പ് ഈശോ പറഞ്ഞു. ഇന്ന് നമ്മളത് വ്യാഖ്യാനിക്കുമ്പോഴും പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ. അതാണ് വേദസാഹിത്യം. പക്ഷെ ഈ വേദസാഹിത്യം പിന്നീട് രാജസാഹിത്യമായി, പിന്നീടത് പൈങ്കിളി സാഹിത്യമായി, പിന്നെ ഇക്കിളി സാഹിത്യമായി. നോക്കിയേ, ഇതിനും തകർച്ചയുണ്ടാവും. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയേ. ഭക്ഷണം നമ്മൾ ആദ്യം ഒരു കുഞ്ഞിന് കൊടുത്തുകൊണ്ട് നമ്മൾ ആദ്യമേ പറയും, കുഞ്ഞേ അന്നം ദൈവദാനമാണേ. ഫുഡ് ആര് തന്ന? ദൈവം തന്നാണേ. അങ്ങനെ നമ്മൾ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്ത് വിടും സ്കൂളിൽ. അപ്പോൾ ഈ കുഞ്ഞ് ദൈവം തന്നതല്ലേ, കൂട്ടുകാരനും കൂടെ ഒരെണ്ണം, കൂട്ടുകാരിക്കും ഒരെണ്ണം പങ്കുവയ്ക്കും. പിന്നീട് പങ്കുവയ്ക്കൽ അങ്ങ് നിൽക്കും.
എനിക്ക് മാത്രം ഫുഡ്, എൻ്റെ ടമ്മി ഫുൾ. ഇതാണ് പിന്നത്തെ. അത് കഴിഞ്ഞോ? പിന്നീട് ഈ ഭക്ഷണം ആർഭാടമായി മാറി. ഓരോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കിലോ കണക്കിന് ബിരിയാണി കൊണ്ടുപോയി കുഴിച്ചിടുക, വലിയ പത്രാസ് കാണിക്കാൻ വേണ്ടി. ആർഭാടം. നോക്കിയേ, ഭക്ഷണത്തിൻ്റെ അവസ്ഥ ദൈവിക തലത്തിൽ നിന്ന് താഴെയെത്തി. ഇതുപോലെയാണ് എല്ലാ മേഖലകളിലും, ആത്മീയതയിലും ഇതുപോലെയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ഈ എഡിഫൈങ് ഗ്രേസ് അഥവാ പ്രവർത്തക വരപ്രസാദം എന്ന് പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ താണുപോയ ഈ അവസ്ഥകളെ മുകളിലേക്ക് കൊണ്ടുവരിക, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു കൃപ അതെല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. വൈദികൻ എന്ന നിലയിൽ എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പ്രവർത്തക വരപ്രസാദം തന്നിട്ടുണ്ട്. കാരണം നമ്മുടെ വീടിൻ്റെ പഴയ ഒരു വാല്യൂസ് തീർന്നുപോയി. പണ്ട് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഒരു ദൈവസ്നേഹം ഉണ്ടായിരുന്നു. ഒരു പ്രാർത്ഥനാപ്പായ വിരിച്ചിട്ടിട്ട് വായിച്ചു പാടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ വിളിച്ചിറക്കുമായിരുന്നു. മുട്ടുമേ നിൽക്കുമ്പോൾ, കണ്ണീരൊഴുക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. കുർബാന ഭക്തിയോടെ വന്ന് സ്വീകരിക്കുമ്പോൾ എന്നാ ഒരു ശ്രദ്ധയായിരുന്നു. ക്രമേണ അത് നമ്മുടെ ആൾക്കാരെ കാണിക്കുന്നതായി, പിന്നീട് അത് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായി, പിന്നീട് ഇപ്പം ദൈവം ഇല്ലാതായി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊരു തകർച്ച ഉണ്ടാകും. ഈ എഡിഫൈങ് ഗ്രേസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. രണ്ടു തരം കൃപയുണ്ട്. ഒന്ന് പ്രവർത്തക വരപ്രസാദം. എന്തിനാണെന്ന് അറിയാമോ ദൈവം തന്നിരിക്കുന്നത്? ഈ വീണുപോയ നമ്മുടെ അവസ്ഥകളെ, നമ്മുടെ വീടിൻ്റെ തകർന്നു പോകുന്ന അവസ്ഥകളെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വരണം. ഈ വചനം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക്, ഈ പുസ്തകം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക്, എൻ്റെ അപ്പ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയർത്തണം. ഇതാണ് ഇതിനുള്ള കഴിവ് എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. അതാണ് പ്രവർത്തക വരപ്രസാദം. പക്ഷെ വിഷയം ശ്രദ്ധിക്കണേ, ഈ പ്രവർത്തക വരപ്രസാദം മാത്രമേ നമുക്കുള്ളെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. നമ്മൾ നന്നായിട്ട് ജീവിച്ച് നമ്മുടെ സമൂഹത്തെ ഉയർത്തി, നമ്മുടെ കുടുംബത്തെ ഉയർത്തി എന്നതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നില്ല. ഹല്ലേലൂയ. മനസ്സിലായില്ല? ഹല്ലേലൂയ. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാവും. ഒരിക്കലും ഞാൻ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടെ നമ്മളത് മനസ്സിലാക്കണം. മത്തായി ശ്ലീഹായുടെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഉറക്കെ ശ്രദ്ധിച്ച് വായിക്കാം. കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഈശോ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. കുറെ പേര് മരിച്ച് സ്വർഗത്തിൽ ചെല്ലുന്നു. സ്വർഗത്തിൽ ദാ നീതിമാനായ ദൈവം ഇരിക്കുകയാണ്. ഈശോ ഇരിക്കുമ്പോൾ ഈശോ അവർ പറയാണ്, കർത്താവേ, ദാ ഞങ്ങൾ വന്നു. എവിടുന്ന്? ചന്ദനപ്പള്ളിയിൽ നിന്ന് വന്നു, പത്തനംതിട്ടയിൽ നിന്ന് വന്നു, കേരളത്തിൽ നിന്ന് വന്നു, ഞങ്ങൾ തെക്കേ ഇന്ത്യയിൽ നിന്ന് വന്നു. ദാ വന്നു കർത്താവേ, റെഡിയല്ലേ, കയറട്ടെ? ഉടനെ കർത്താവ് പറയും, ആരാ? അവ പറഞ്ഞു, ആരാന്നോ? എന്നാ ചോദ്യമാ? ചത്ത് പണിതെടുത്തവരാന്ന് പറഞ്ഞു. നിന്റെ രാജ്യത്തിന് വേണ്ടി ചത്ത് പണിതെടുത്തവരാണ് ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചവരാണ്. ശ്രദ്ധിക്കണം, അത് വേറെ ഏതെങ്കിലും ദൈവത്തിന്റെ പേരിലോ മലദൈവങ്ങളുടെ പേരിലോ പ്രവചിച്ചവനല്ല. സാക്ഷാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രവചിച്ചവരാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രവചനം നടത്തിയവരാണ് ഇവർ. 2,
നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്നവരാണ്. ചിലർ കാര്യമല്ല അത്. യേശുനാമത്തിൽ അന്ധകാര ശക്തികൾ, നാരകീയ ഉപദ്രവങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച പ്രകടമായി പിശാചുകൾ അലറി വിളിച്ചുകൊണ്ട് ഓടി ഒളിച്ചിട്ടുണ്ട്. ഈ ടീം ദൈവവചനം പറഞ്ഞപ്പോ അങ്ങനെ തീ പിടിച്ചവരാ. വീണ്ടും പറയാണ്, നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ ചെയ്തവരാണ് ഞങ്ങൾ. നിരവധി, ഒന്നും രണ്ടും അല്ല, കണ്ണിന്റെ മുൻപിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തവരാ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നല്ല കാര്യമല്ലേ? ഇതെല്ലാം നല്ല. നമ്മൾ പള്ളി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പള്ളി വരുന്നത് മാത്രമല്ല, യേശു ക്രിസ്തുവിനെ ഉയർത്തിയവരാ, യേശു ക്രിസ്തുവിനെ സാക്ഷ്യം കൊടുത്തവരാ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തവരാ, ശുശ്രൂഷ ചെയ്തവരാ. ഇതെല്ലാം നല്ല കാര്യമല്ലേ? എന്തിനാണ് ഇതെല്ലാം? ഈ കാര്യങ്ങളെല്ലാം സഭയെ പടുത്തുയർത്താനായിരുന്നു. യേശു ക്രിസ്തുവിന്റെ സഭയെ പടുത്തുയർത്താൻ, യേശുക്രിസ്തുവിന്റെ ഇടവകകളെ പടുത്തുയർത്താൻ, സമൂഹത്തെ ഉയർത്താൻ പ്രിയപ്പെട്ടവരെ അധ്വാനിച്ചവരാ. ഇതെന്തുകൊണ്ട് അധ്വാനിക്കാൻ അവർക്ക് കഴിവ് കിട്ടിയെന്നറിയാമോ? അതിന്റെ പേരാണ് പ്രവർത്തക വരപ്രസാദമുള്ളവരായിരുന്നു ഇവര്. പ്രവർത്തിക്കാനുള്ള കൃപ കിട്ടിയവരാ. പക്ഷെ ഈശോ പറഞ്ഞു, അകത്ത് കയറുന്നത് വേറൊരു വകുപ്പാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കാര്യമൊക്കെ ശരിയാണ്. നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ച് ചത്ത് കിടന്ന് പണിതു, പള്ളിക്ക് നിങ്ങൾ നേർച്ച കൊടുത്തു, കുരിശടി പണിയിച്ചു, നിങ്ങൾ നല്ല പള്ളി പണിതു, എല്ലാം സമ്മതിച്ചു. പക്ഷേ ഈ അകത്ത് കയറുന്നത് വേറൊരു വകുപ്പാണെന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ പൊക്കോ. പ്രിയപ്പെട്ടവരെ, എഡിഫൈങ് ഗ്രേസ് നല്ലതാണ്. എന്തിന്? സഭയെ പടുത്തുയർത്താൻ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വീണുപോയ നമ്മുടെ കുടുംബങ്ങളെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരാൻ, നമ്മുടെ സമൂഹത്തിൽ പ്രിയപ്പെട്ടവർ, നമ്മുടെ പാവപ്പെട്ട മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. എഡിഫൈങ് ഗ്രേസ് ആണ്. അത് ഉള്ളത് കൊണ്ട് നമ്മളതൊക്കെ ചെയ്യുന്നത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നതിന്റെ കാര്യം എന്താ? ഈ എഡിഫൈങ് ഗ്രേസ് ഉള്ളതുണ്ടാ. പക്ഷേ ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, വേറൊരു ഗ്രേസ് ഉണ്ട്. ഈ ഗ്രേസിന്റെ പേരാണ് സാങ്ക്ടിഫൈങ് ഗ്രേസ്, ശുദ്ധീകര കൃപ. ശുദ്ധീകര കൃപ. അതിനാണ് ലിറ്റർജി, ആരാധനാക്രമം. യേശു ക്രിസ്തു സഭയിൽ സ്ഥാപിച്ച് തന്നത് ഈ ആത്മരക്ഷ സാധ്യമാകാൻ. നമ്മൾ ആരാധനയുടെ മക്കളായി, സമൂഹമായി, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു സമൂഹമായി മാറിയാലേ നമുക്ക് അവനോടൊപ്പം പങ്കുള്ളൂ. പങ്ക്. പത്രോസ്ലീഹ ശിഷ്യന്മാരോടൊപ്പം കാല് കഴുകാൻ ഇരുന്നപ്പോൾ ഈശോ വന്ന് ഓരോരുത്തരുടെയും കാല് കഴുകി അവസാനം കഴുകി വന്ന് പത്രോസ്ലീഹയുടെ കാല് കഴുകിയപ്പോൾ പത്രോസ് പറഞ്ഞു, നോ, നീ എൻ്റെ കാല് കഴുകരുത്, നീ എൻ്റെ കാല് കഴുകരുത്. ഈശോ എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ, അതാണ് വിശുദ്ധ കുമ്പസാരം, കൂദാശയത്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടൊപ്പം പങ്കില്ല, പോർഷനില്ല. പത്രോസ്ലീഹ ചില്ലറക്കാരനല്ല, സ്വർഗത്തിന്റെ താക്കോൽ കയ്യിലേൽപ്പിക്കപ്പെട്ട ആളാണ്, ദൈവത്തിന്റെ വെളിപാട് കിട്ടിയ ആളാണ്, ശിഷ്യ സമൂഹത്തിൽ പ്രമുഖനാണ്, ഒന്നാമനാണ്. ഈശോയുടെ കൂടെ നടന്ന് പ്രധാന അത്ഭുതങ്ങളൊക്കെ കണ്ട പത്രോസ്, യാക്കോബ്, യോഹന്നാനും, അതിൽ പത്രോസ് ഏറ്റവും മുൻപന്തിയിലുള്ള ആളാണ്. പക്ഷേ ഈ സാങ്ക്ടിഫൈങ് ഗ്രേസ്, ഈ കഴുകുന്ന കൃപ, കൂദാശാ ബന്ധം, ശ്ലൈഹിക ബന്ധം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കില്ലാതെ പോയാൽ നമ്മുടെ ആത്മരക്ഷ അസാധ്യമാകും. ഹല്ലേലൂയ. ഇത് ഈശോ പഠിപ്പിച്ച പാഠം. അതുകൊണ്ട് തുടക്കമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചെറിയ പാഠം കണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. അതായത് നമ്മൾ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ 1085 ഖണ്ഡിക, സഭയുടെ ആരാധനാക്രമത്തിൽ ക്രിസ്തു സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്നത് പ്രധാനമായും തൻ്റെ തന്നെ പെസഹ രഹസ്യമാണ്. യേശു തൻ്റെ ഭൗമിക ജീവിതത്തിൽ തൻ്റെ പെസഹ രഹസ്യം തൻ്റെ പ്രബോധനം വഴി അറിയിക്കുകയും തൻ്റെ പ്രവർത്തികൾ വഴി
മുൻകൂട്ടി അനുഷ്ഠിക്കുകയും ചെയ്തു. അവിടുത്തെ മണിക്കൂർ വന്നപ്പോൾ ഒരിക്കലും കടന്നു പോകാത്ത അനന്യമായ ചരിത്ര സംഭവം അവിടുന്ന് ജീവിക്കുന്നു. യേശു മരിക്കുന്നു, അടക്കപ്പെടുന്നു, മൃതരിൽ നിന്ന് ഉയർക്കുന്നു, പിതാവിന്റെ വലത്തുഭാഗത്ത് എന്നേക്കുമായി ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുത്തെ പെസഹ രഹസ്യം നമ്മുടെ ചരിത്രത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. എന്നാൽ അത് അനന്യമാണ്. മറ്റെല്ലാ ചരിത്ര സംഭവങ്ങളും ഒരിക്കൽ നടക്കുന്നു, എന്നിട്ട് അവ ഭൂതകാലത്തിൽ അലിഞ്ഞു കടന്നു പോകുന്നു. നേരെ മറിച്ച് ക്രിസ്തുവിന്റെ പെസഹ രഹസ്യം ഭൂതകാലത്തിൽ മാത്രം നിലനിൽക്കാൻ സാധ്യമല്ല. എന്തെന്നാൽ തന്റെ മരണം വഴി അവിടുന്ന് മരണത്തെ നശിപ്പിച്ചു. ക്രിസ്തു ആയിരിക്കുന്നതെല്ലാം എല്ലാ മനുഷ്യർക്കും വേണ്ടി അവിടുന്ന് ചെയ്തതും സഹായിച്ചതുമായ സകലതും ദൈവികമായ നിത്യതയിൽ പങ്കുപറ്റുന്നു. തന്മൂലം അവ എല്ലാ കാലങ്ങൾക്കും അതീതമായി നിലനിൽക്കുന്നു. അതേസമയം അവയിലെല്ലാം സന്നിഹിതമാക്കപ്പെടുകയും ചെയ്യുന്നു. കുരിശിന്റെയും ഉത്ഥാനത്തിന്റെയും സംഭവം സ്ഥിരമായി നിൽക്കുന്നു. എല്ലാറ്റിന്റെയും ജീവനിലേക്ക് വലിച്ചടുപ്പിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ടതായ ഒരു പാഠമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ. നമ്മൾ ഒരു തവണ കേട്ടത് കൊണ്ട് നമുക്കത് മനസ്സിലാകണമെന്നില്ല. എങ്കിലും ഇതിൻ്റെ സാരാംശം ഇതാണ്, സം ആൻഡ് സബ്സ്റ്റൻസ് ഇതാണ്. ശ്രദ്ധിക്കണം. പ്രതീകങ്ങളിലൂടെയാണ് നമ്മൾ പലപ്പോഴും സഭയിലെ ആരാധനാക്രമം സംസാരിക്കുന്നത്. പ്രതീകങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ അധ്യാപകർ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ, ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേൽക്കുന്നു. അതൊരു സൂചനയാണ്. എന്തിൻ്റെ? അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പൊ എഴുന്നേക്കാറുണ്ടോ? ഇല്ലയോ? എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് എന്നാ പറയും? ഗുഡ് മോർണിംഗ് സാർ പറയും അല്ലേ? ടീച്ചർ. അപ്പൊ എഴുന്നേക്കും, നമ്മൾ എഴുന്നേക്കും. ഇതൊരു സൂചനയാണ്. അപ്പം ഇതുവഴി പോകുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ, കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ട് പള്ളിക്കുറ്റം നടക്കുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ കുരിശടി, സഹനാട് കുരിശടി വരുമ്പോൾ തലക്കെട്ട് കെട്ട് വീഴുകയാണെങ്കിൽ തലക്കെട്ടൊന്ന് അഴിച്ച് ഒന്ന് കുടഞ്ഞ് തോളത്തിട്ടിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടു. മുണ്ടൊക്കെ ഒന്ന് അഴിച്ച് ഒരു നിമിഷം ഇങ്ങനെ ഒന്ന് വെച്ചിട്ടു. ഈ മുണ്ടഴിച്ചിടുന്നത്, തലക്കെട്ടഴിക്കുന്നത്, പള്ളിയിൽ വരുമ്പോൾ തൊപ്പിയിട്ടുണ്ട് വെച്ചോണ്ടാണ് വരുന്നതെങ്കിൽ തൊപ്പി ഒന്ന് ഊരി മാറ്റി വെക്കുന്നത്. പ്രിയപ്പെട്ട, ഇതൊക്കെ ഒരു സൂചനയാണ്. എന്തിൻ്റെ? ചില പ്രതീകങ്ങൾ, ചില അടയാളങ്ങൾ എന്തിനെയോ സൂചിപ്പിക്കുന്നു. സൂചിതമായ കാര്യങ്ങൾ ചില സൂചനകളിലേക്ക് നമ്മൾ നയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, നാം കാണിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ, ഈ ക്രിയകളൊക്കെ, ഇതിന് പിന്നിൽ ചില അർത്ഥങ്ങളുണ്ട്. മനസ്സിലായവർ പറ ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന ഈ ആരാധനാക്രമത്തിലെ ചില അടയാളങ്ങൾ, ഇവിടെ നടക്കുന്ന, ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന, ഈ കുർബാനയിലെ അടയാളങ്ങൾ, ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ചില മിസ്റ്ററി ഉണ്ട്, രഹസ്യങ്ങളുണ്ട്, സൂചിതങ്ങളായ ചില കാര്യങ്ങളുണ്ട്. ഇതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഈ പ്രതീകങ്ങൾ. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ വായിച്ചു കേട്ടത് ഇതാണ്. ചരിത്രത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ AD 33 ഒരു പെസഹ അത്താഴ സമയത്ത് ഒരു സംഭവം നടന്നു. ആ ചരിത്രത്തിൽ AD 33 പെസഹ അത്താഴ സമയത്ത് ഈശോയുടെ മരണത്തിന്റെ തലേ രാത്രിയിൽ ഒരു സംഭവം നടന്നു. ഈ സംഭവം ചില പ്രതീകങ്ങളാണ്, ചില അടയാളങ്ങളാണ്. ഇതിനെന്തിനെയോ സൂചിപ്പിക്കുന്നു. എന്താണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമ്മുടെ ആരാധനകൾ, കൂദാശകൾ, ആരാധനാക്രമം ഇത് നമുക്ക് അർത്ഥപൂർണമായി മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. സ്നേഹത്തോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്ന് ദൈവമായ യേശുവായ മനുഷ്യനും ദൈവവുമായ പാപപരിഹാരപ്രദമായി നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട
പാപമില്ലാത്തവനായ യേശുക്രിസ്തുവിന്റെ ചരിത്രത്തിൽ നടന്ന ആ സംഭവത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റണമെങ്കിൽ അതിന് ഈ കൂദാശ ആവശ്യമാണ്. ശ്രദ്ധിക്കണം, ചരിത്രത്തിലെ ഒരു സംഭവത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ചരിത്രത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ചരിത്രമെന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇന്നലെ ഒരു ജപമാല റാലി നടന്നു. ആ റാലി കഴിഞ്ഞു. ഇനി ആ റാലിയിലേക്ക് പോകാൻ പറ്റുമോ? നമുക്ക് പിന്നോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. നമുക്ക് മുമ്പോട്ട് മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ. കഴിഞ്ഞ കാലത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ചരിത്രത്തിലേക്ക് നമുക്ക് പോകാനാവില്ല. ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്. BC 3 AD 33 ഇടയ്ക്ക് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടന്ന രഹസ്യങ്ങൾ, തിരുവവതാരം മുതൽ ക്രിസ്മസ് മുതൽ അവന്റെ ഈസ്റ്റർ കഴിഞ്ഞ് പെന്തക്കൊസ്ത കഴിഞ്ഞ് അവൻ സ്വർഗത്തിലേക്ക് പോയി പെന്തക്കൊസ്ത വരെ നടന്ന സംഭവങ്ങൾ, ഈ രഹസ്യങ്ങൾ ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. ഇതിലേക്ക് നമുക്ക് പോയേ പറ്റൂ. ശ്രദ്ധിക്കണം. പക്ഷെ ചരിത്രത്തിലേക്ക് നമുക്ക് പോകാനും പറ്റില്ല. ഇതിലേക്ക് നമ്മൾ പോയെങ്കിൽ മാത്രമേ, ഇതിലൂടെ നാം കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. കാരണം അവനാണ് ഏകരക്ഷകൻ. യേശുക്രിസ്തു ചരിത്രത്തിൽ വന്ന് നമുക്ക് വേണ്ടി അർപ്പിച്ച ഈ പെസഹ രഹസ്യങ്ങളിലൂടെ ഞാൻ ഇപ്പോ ഈ നിമിഷം കടന്നു പോകണം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചരിത്രത്തിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഞാൻ മനുഷ്യനാണ്. മനുഷ്യൻ മുന്നോട്ടാണ് ജീവിക്കുന്നത്. സമയത്തിന്റെ മുന്നോട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പിന്നിലേക്ക് പോകാൻ പറ്റില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേ പറ്റൂ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിറയണമേ. സ്നേഹമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ പെസഹ രഹസ്യം നമുക്ക് രക്ഷാകരമാകുന്നത് 2000 വർഷങ്ങൾക്ക് മുൻപ് അവൻ ചെയ്ത ഈ പ്രവൃത്തികൾ, അവന്റെ കുരിശുമരണം, അവന്റെ 2ാം ആഗമനം വരെയുള്ള ഈ പ്രഖ്യാപനമുണ്ടല്ലോ, ഇത് നമ്മൾ ഈ നിമിഷം എൻ്റെ ജീവിതത്തിലേക്ക്, ഈ പുലരിയിലേക്ക്, ഈ രാത്രിയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ എൻ്റെ രക്ഷ സാധ്യമാവുകയുള്ളൂ. ഈ നിമിഷം ഞാൻ ആ പെസഹ രഹസ്യത്തിൽ ഉൾച്ചേരണം. എങ്കിൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. പക്ഷെ അതേസമയം എനിക്ക് ചരിത്രത്തിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല, ചരിത്രം ആവർത്തിക്കാനും പറ്റില്ല. ചരിത്രത്തിൽ സംഭവിച്ച ഈ സംഭവത്തെ പക്ഷേ എനിക്ക് പുനരാവിഷ്കരിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കണം, പുനരാവിഷ്കരിക്കുക. എന്തിനാണെന്നറിയാമോ? ആ രഹസ്യങ്ങളുടെ മുഴുവൻ അനുഗ്രഹങ്ങളും, ആ രഹസ്യങ്ങളുടെ പെസഹ രഹസ്യങ്ങളിലൂടെ ദൈവം ലോകത്തിന് നൽകിയ, യേശുക്രിസ്തുവിലൂടെ നൽകിയ മുഴുവൻ രക്ഷയും ഇന്ന് ഈ നിമിഷം എനിക്ക് അനുഭവവേദ്യമാകണം, എനിക്ക് സ്വന്തമാക്കണം. അതിനുവേണ്ടി ആണ് യേശുക്രിസ്തു സഭയിൽ ആരാധനാക്രമം, ലിറ്റർജി സ്ഥാപിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത് ലിറ്റർജി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇത് മിശിഹായുടെ പ്രവൃത്തി എന്നതിന് പറയുന്നത് ആരാധനാക്രമം. ശ്രദ്ധിക്കണം, നമുക്ക് ഒത്തിരി പ്രവർത്തക വരപ്രസാദമുണ്ട്, പക്ഷേ സാങ്ക്ടിഫൈങ് ഗ്രേസ് ഇത് ദൈവത്തിന്റെ പ്രവൃത്തി ആയതുകൊണ്ടാ. ദൈവമാണ് പരിശുദ്ധൻ. മിശിഹായുടെ പ്രവൃത്തി ആയതുകൊണ്ട് അവനാണ് നമ്മളെ വിശുദ്ധീകരിച്ചത്, രക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇത് ലിറ്റർജി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഈ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് എനിക്ക് തിരിച്ചു പോകണം, പക്ഷെ തിരിച്ചു പോകാനും പറ്റില്ല. അതുകൊണ്ട് ദൈവം
ഈ പ്രവൃത്തി ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം പ്രസന്റ് ടെൻസിൽ ആവിഷ്കരിച്ചു തരികയാണ്. ഇതാണ് ലിറ്റർജി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കറിയാം എല്ലാ സംഭവങ്ങളും ചരിത്രത്തിൽ ഒരിക്കൽ നടക്കും, എന്നിട്ട് ചരിത്രത്തിന്റെ ഭാഗമായി അലിഞ്ഞു ചേരും. അതാണ് വായിച്ചത് അല്ലേ? വായിച്ചതൊന്നൂടെ. എല്ലാ സംഭവങ്ങളും ചരിത്രത്തിൽ ഒരിക്കൽ സംഭവിക്കും, എന്നിട്ട് ചരിത്രത്തിന്റെ ഭാഗമായി അതെല്ലാം അലിഞ്ഞു ചേരും. എന്നാൽ ക്രിസ്തുവിന്റെ പ്രവൃത്തിക്ക് ഭൂതകാലത്തിൽ മാത്രം നിലനിൽക്കാനാവില്ല. കാരണം എന്താണെന്നറിയാമോ? അതാണ് ഒരൽപ്പം ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ ഈ പെസഹ രഹസ്യത്തിന് ചരിത്രത്തിലെ ഒരു സംഭവമായി മാത്രം നിൽക്കാനാവില്ല. കാരണം കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ 15-ാം അധ്യായം 55, 56, 57 വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിക്ക് ചരിത്രത്തിൽ മാത്രം നിൽക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഉദാഹരണത്തിന് വീട്ടിലൊരു കല്യാണം നടന്നു, അത് ആൽബമായി റെക്കോർഡ് ചെയ്തു, അത് ചരിത്രത്തിൽ നടന്നു, അത് ചരിത്രത്തിൽ അലിഞ്ഞു ചേർന്നു. അത് ഇപ്പോഴും കൊണ്ടുവരാൻ പറ്റില്ല. ഇന്നലെ സംഭവിച്ച സംഭവമാണ്. അപ്പച്ചൻ മരിച്ചു, അമ്മച്ചൻ മരിച്ചു, ഒരു സംഭവമായി ചരിത്രത്തിൽ അലിഞ്ഞു ചേർന്നു, പിന്നെയും കൊണ്ടുവരാൻ പറ്റില്ല. ഓർമ്മകൾ നിൽക്കും. പക്ഷേ ക്രിസ്തുവിന്റെ രഹസ്യം, പെസഹ രഹസ്യം, ക്രിസ്തു സംഭവം എന്തുകൊണ്ടാണ് അത് ഈ നിമിഷം നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റും എന്ന് പറയാൻ കാര്യം? വായിക്കാം. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 15-ാം അധ്യായം 55, 56, 57 വാക്യങ്ങൾ വായിക്കാം. മരണമേ, നിന്റെ ദംശനം എവിടെ? മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ മരണം വഴി യേശു മരണത്തെ നശിപ്പിച്ചു. ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തു തന്റെ മരണം വഴി മരണത്തെ നശിപ്പിച്ചു. ഇനിമേൽ മരണമില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, മരണമേ നിന്റെ ദംശനം എവിടെ? നിന്റെ വിജയം എവിടെ? മരണമേ നീ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ നടന്ന ഈ സംഭവത്തിന് ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല. അത് ജീവന്റെ ഒരു സംഭവമായി മാറി. ഇതാണ് മിശിഹായുടെ പ്രവൃത്തി. ഇനി മരണമില്ല, ബ്ലോക്ക് ചെയ്യാനൊന്നുമില്ല, ഇനി തടസ്സപ്പെടുത്താനൊന്നുമില്ല. ഈ ജീവന്റെ രഹസ്യം, പെസഹ രഹസ്യം, അത് ഏത് കാലത്തിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ചെയ്തതെല്ലാം നിത്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത്. യേശു ക്രിസ്തു ജീവിതത്തിൽ ഈ തന്റെ മനുഷ്യാവതാരം മുതൽ തന്റെ പെന്തക്കോസ്ത വരെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ചെയ്ത രഹസ്യങ്ങളുടെ പേരാണ് പെസഹ രഹസ്യങ്ങൾ. ഈ പെസഹ രഹസ്യങ്ങളുടെ ആഘോഷങ്ങളാണ്, അതിന്റെ നന്മകളും അനുഗ്രഹങ്ങളും ഈ നിമിഷം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഭയിലൂടെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരാ ലിറ്റർജി. യേശു ക്രിസ്തു ചെയ്ത ഈ രഹസ്യങ്ങളെല്ലാം അവൻ മരണത്തെ തോൽപ്പിച്ചതുകൊണ്ട്, ഉത്ഥാനം ചെയ്തതുകൊണ്ട് അത് നിത്യതയോട് ചേർന്നിരിക്കുകയാണ്. ഇറ്റേണൽ എഫക്റ്റ് ആണ് അതിന്, എവർലാസ്റ്റിംഗ് എഫക്റ്റ് ആണ് അത്. ആർക്കും ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. ചരിത്രത്തിൽ അലിഞ്ഞില്ലാതാകുന്ന ഒരു പ്രക്രിയ അല്ലത്. അത് നമ്മുടെ ജീവിതത്തിൽ ചരിത്രത്തിന് അതീതമായി നിലനിന്ന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് സന്നിഹിതമാകും. ആ വാക്ക് പ്രധാനമാണ്. സന്നിഹിതമാകും. ഇപ്പോൾ ഈ നിമിഷം ഇവിടെ ആ രക്ഷാകര സംഭവം, കാൽവരിയുടെ കുരിശിൽ അവൻ പിടഞ്ഞു മരിച്ചു നേടിത്തന്ന ആ കൃപ, ഉയർത്തെഴുന്നേറ്റ് നേടിത്തന്ന കൃപ, സ്വർഗാരോഹണം ചെയ്ത് നേടിത്തന്ന കൃപ, ആത്മനിറവ് നൽകിക്കൊണ്ട് പെന്തക്കോസ്തായിലൂടെ നേടുന്ന കൃപ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ സന്നിഹിതമാകും. ഇതാണ് വിശുദ്ധ കുർബാന എന്ന ലിറ്റർജി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതുകൊണ്ടാണ്, ശ്രദ്ധിക്കണേ, അതുകൊണ്ടാണ് പലരും കരുതിയിരിക്കുന്നത് ഇത് ഒരു അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ് കുർബാനയെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല വിശുദ്ധ കുർബാന. പഠിക്കണം, ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവും. നമ്മൾ പലരും കരുതിയിരിക്കുന്ന ഒരു വിഷയം, നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ലിറ്റർജി വിഷയമൊക്കെ ഉണ്ടാകാതിരിക്കാൻ അടിത്തറ ഉറച്ച് മനസ്സിലാക്കി ദൈവജനം മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ആശയതലത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് ആചാരങ്ങളെ ബാധിക്കും, വിശ്വാസത്തെ ഛിന്ന ഭിന്നമാക്കും, അത് അതിൻ്റെ ഭരണ സംവിധാനങ്ങളെ ശിഥിലമാക്കും, ഭിന്നതകളുണ്ടാകും. അതുകൊണ്ട് അടിത്തറ ഉറച്ചു വേണം നമുക്ക് പോകാൻ. മനസ്സിലാക്കണം, ശ്രദ്ധിക്കണേ. നാം വിശുദ്ധ കുർബാനയിൽ ഓർക്കുന്നത്, ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അന്ത്യത്താഴമല്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരുന്നാലും മനസ്സിലാവും. ഹല്ലേലൂയ. മറിച്ച് ഈ അന്ത്യത്താഴ സമയത്ത് അവൻ സ്ഥാപിച്ച ഒരു പുതിയ ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി എന്ന് പറയുന്നത് അവന്റെ മരണം മുതൽ രണ്ടാം ആഗമനം വരെയുള്ള സംഭവങ്ങളുടെ അനംനേസിസ്, ആവിഷ്കാരമാണ്. യേശുക്രിസ്തുവിന്റെ കുരിശു മരണവും അവന്റെ ഖബറടക്കവും അവന്റെ ഉത്ഥാനവും അവന്റെ സ്വർഗാരോഹണവും അവന്റെ പരിശുദ്ധാത്മാവിന്റെ ആവാസവുമാണ് രണ്ടാം വരവ് വരെയുള്ള യേശുക്രിസ്തുവിന്റെ ഈ രഹസ്യങ്ങളാണ് ഈ അൾത്താരയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് യേശു അത്താഴത്തിന് ശേഷം, ആ വാക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, യേശു എപ്പോഴാണ് ഈ ഉടമ്പടി സ്ഥാപിക്കുന്നത്? അത്താഴത്തിന് ശേഷം. ഇത് അത്താഴത്തിന്റെ ഓർമ്മയല്ല, ആ അത്താഴ സമയത്താണ് ഇത് ചെയ്തത്. പക്ഷേ അത്താഴത്തിന് ശേഷം യേശു ഓർമ്മിക്കാൻ നമ്മളോട് പറഞ്ഞത് അവന്റെ കുരിശുമരണത്തെ കുറിച്ചാണ്, അവന്റെ ഉത്ഥാനത്തെ കുറിച്ചാണ്. നാളെ നടക്കാൻ പോകുന്ന മരണവും അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഉത്ഥാനവും പിന്നീട് 40 ദിവസങ്ങൾക്ക് ശേഷമുള്ള സ്വർഗാരോഹണവും പിന്നീട് 10 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ നടന്ന പെന്തക്കോസ്തായുമൊക്കെ ഈ അത്താഴ സമയത്ത് ഈശോ ഈ രഹസ്യങ്ങളെല്ലാം ഈശോ കൊണ്ടുവന്നു ഈ ആചരണത്തിലേക്ക് കൊണ്ടുവന്നു, ഈ ലിറ്റർജിയിലേക്ക് കൊണ്ടുവന്നു. അത് ദൈവത്തിനെ പറ്റൂ. അവൻ ദൈവമായതുകൊണ്ട് നാളെ നടക്കാനിരുന്ന സംഭവങ്ങളെ ഇന്നേ അവൻ മുൻകൂറായി കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, ഈ മരണം എൻ്റെ രണ്ടാം ആഗമനം വരെ നിങ്ങൾ ഓർക്കുന്നതാണ് കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ. അത് നമ്മളൊന്ന് വായിക്കാം. 1 കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ
ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് പൗലോസ് ശ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ, കോറിന്തോസിലെ സഭയിലേക്ക് അദ്ദേഹം പോകുന്നത് AD 50-51 കാലഘട്ടത്തിലാണ്. അവിടെ ചെന്നൊരു സഭ സ്ഥാപിച്ചു. പിന്നീട് AD 56 ഒരു ലേഖനം എഴുതി. അതിനു മുമ്പ് ഒരു ലേഖനം എഴുതി, അത് നമ്മൾക്ക് ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വ്യഭിചാരികളുമായി സമ്പർക്കമരുത് എന്ന് ഞാൻ മറ്റൊരു ലേഖനത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് പറയുന്നത് 1-ാം ലേഖനത്തിലാണ്. എൻ്റെ അടുത്ത് ഈ 1-ാം ലേഖനത്തിന് മുമ്പൊരു ലേഖനം അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. പക്ഷേ ഈ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൽ, നമ്മളിപ്പോൾ വായിക്കുന്ന ലേഖനം, അത് AD 56 എഴുതുന്നത്. അദ്ദേഹം പറയുകയാണ് കോറിന്തോസിലെ സഭയോട്, മക്കളെ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച, അവിടുന്ന് എന്നെ ഭരമേൽപ്പിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ശ്രദ്ധിക്കണം, ഈശോ മരിച്ച് AD 33 മരിച്ചു. 17 വർഷങ്ങൾക്ക് ശേഷം പൗലോസ് ശ്ലീഹ കോറിന്തോസിലെ സഭ സ്ഥാപിച്ചപ്പോൾ അവിടെ പൗലോസ് ശ്ലീഹ നടത്തിയ ലിറ്റർജിയെ കുറിച്ചാണ് പറയുന്നത്. പലരും പറയുന്നത് ഈ കത്തോലിക്ക സഭ ഏതാണ്ട് 4 നൂറ്റാണ്ടിന് ശേഷം സംഘടിപ്പിച്ച് തട്ടിക്കൂട്ടിയതാണ് ഈ ആരാധനാക്രമമെന്നും ഈ കുർബാനയുടെ രീതിയെന്നും, ഇതൊന്നും കർത്താവിൽ നിന്ന് വന്നതല്ലെന്നും, ഈ ഇങ്ങനൊരു പാരമ്പര്യമൊക്കെ സഭയുടെ കണ്ടുപിടുത്തമാണെന്നും, അതിമാനുഷികമായ ഭാവനകൾ കൊണ്ട് സൃഷ്ടിച്ചെടുത്തതാണെന്നുമൊക്കെ ആരോപണങ്ങൾ നടത്തുന്ന അനേകരുണ്ട്. അതുകൊണ്ടാണ് പലർക്കും ഇതൊരു തിരുവത്താഴമാണെന്നും, ഇതൊരു അപ്പം മുറിക്കൽ മാത്രമാണെന്നും, ഇതൊരു സാധാരണ വിരുന്നാണെന്നും, ഇതിനകത്തൊന്നും കാര്യമില്ല എന്നും ഒക്കെ കരുതുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. എന്നാൽ പൗലോസ് ശ്ലീഹ, സാക്ഷാൽ പൗലോസ് ശ്ലീഹ ഈശോയിൽ നിന്ന് ഈ രഹസ്യം, ഈ പാരമ്പര്യം സ്വീകരിച്ചിട്ട് പറയുന്നതാണ്, എൻ്റെ മക്കളെ, ഞാൻ കർത്താവിൽ നിന്ന് സ്വീകരിച്ച രഹസ്യം നിങ്ങളോട് പറയട്ടെ. ഈശോ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇത് ഭക്ഷിക്കുവിൻ. അപ്രകാരം കാസായെടുത്ത് അവൻ വാഴ്ത്തി ശിഷ്യർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്, ഇത് നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ. നിങ്ങൾ എപ്പോഴൊക്കെ ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നോ, ഈ അപ്പം ഭക്ഷിക്കുന്നുവോ, ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുന്നോ, അപ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ, രണ്ടാം ആഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തിരുവത്താഴത്തിന്റെ ഓർമ്മയല്ല. ഈ കുർബാനയിൽ നാം ഓർക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെ കുരിശുമരണം, അവന്റെ കബറടക്കം, അവന്റെ ഉയിർപ്പ്, സ്വർഗാരോഹണം, പെന്തക്കോസ്ത, പിന്നീട് രണ്ടാം വരവ് വരെയുള്ള അവന്റെ, രണ്ടാം ആഗമനം വരെയുള്ള അവന്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുക. ഇതാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അതിനുശേഷം പൗലോസ് ശ്ലീഹ പറയുന്നത്, ആത്മശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കാൻ. ഇല്ലെങ്കിൽ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. ചിലർ ദുർബലരാകാൻ, ചിലർ രോഗികളാകാൻ, ചിലർ മരിച്ചു പോകാൻ കാരണം ഇതാ. ഞാൻ ചോദിച്ചോട്ടെ, ഇതൊരു സാധാരണ അപ്പം മുറിക്കലാണെങ്കിൽ, ഇതൊരു സാധാരണ ഫുഡാണെങ്കിൽ ആത്മശോധന ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മളിത് കഴിഞ്ഞ് അത്താഴം കഴിക്കും. ആരേലും പോയി ആത്മശോധന ചെയ്ത് നമ്മൾ എല്ലാ വസ്തുക്കളെ മനസ്സാപ്രകടനം നടത്തിയിട്ടാണോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്, കഞ്ഞി കുടിക്കുന്നത്? ഇത് സാധാരണ അപ്പം മുറിക്കലാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ഇത് നീ ഭക്ഷിക്കുന്നതിന് മുൻപ് ആത്മശോധന ചെയ്യണം? കാരണം നീ ഓർക്കുന്നത് ഇതൊരു വെറും അപ്പം മുറിക്കലോ വിരുന്നോ ഒരു ഫുഡോ അല്ലിത്. ഇതൊരു തിരുവത്താഴമല്ല. ഇത് നിന്റെ രക്ഷകന്റെ കുരിശുമരണം മുതൽ അവൻ എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി രക്ഷാകരമായി സഹിച്ച പാടുപീഡകളുടെ രഹസ്യങ്ങളുടെ അനംനേസിസ് ആണ്. അതിനെ ഇവിടെ ഈ നിമിഷം സന്നിവേശിപ്പിക്കപ്പെടുകയാണ്.
അവന്റെ തുടിക്കുന്ന ചങ്കാണിത്. അവന്റെ പിടയുന്ന ശരീരമാണ് ഇവിടെ മുറിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ശോശപ്പ ഇങ്ങനെ നമ്മൾ ആഘോഷിച്ചുകൊണ്ട് വിറപ്പിച്ചാണ് മലങ്കര കത്തോലിക്ക സഭയിൽ ഇങ്ങനെ. എന്തുകൊണ്ടാണ് അതിന്റെ കാരണമെന്നറിയാമോ? അതവന്റെ ഖബറിങ്കലുള്ള ഉയർപ്പിനെ സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് അവൻ ഉയർപ്പിക്കപ്പെട്ടത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ഈ അവൻ മരിച്ച ഖബറിൽ അടക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെയാണ് കാണിക്കുക. ഈ സംഭവങ്ങളാണ് ഈ കുർബാനയിൽ മുഴുവൻ ഓർമ്മിക്കപ്പെടുക. പിന്നീട് നമുക്ക് സാവകാശം അതിന്റെ ഓരോ സംഭവങ്ങളിലേക്ക് വരാം. ഇത് അവന്റെ മരണം മുതൽ പ്രത്യാഗമനം വരെയുള്ള ഓർമ്മകളാണ് നടക്കുന്നത് ഇവിടെ. ആ സമയത്ത് നമ്മൾ ഒരു ഫോൺ വന്നതിൻ്റെ പേരിൽ ഫോണും എടുത്തുകൊണ്ട് വെളിയിൽ ചാടുമ്പോൾ അവന് വേദനിക്കും. പല വിചാരത്തോടെ നിൽക്കുമ്പോൾ അവന്റെ ചങ്ക് പൊടിയുന്നുണ്ട്. ഇതൊരു തിരുവത്താഴത്തിന്റെ ഓർമ്മയല്ല. അവന്റെ മരണം, അവന്റെ രണ്ടാം ആഗമനം വരെ നമ്മൾ അതിൽ പങ്കുചേരുകയാണ്, ആഘോഷിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ മരണം, അവൻ കടന്നുപോയ മരണം, അവൻ കടന്നുപോയ ഉത്ഥാനം, ആ മരണവും ഉത്ഥാനവും യേശുക്രിസ്തു ദൈവമായതിനാൽ അവന് സാധിക്കും. എങ്ങനെ? മുൻകൂറായി അന്ത്യത്താഴ സമയത്തിലേക്ക്, പെസഹ രഹസ്യത്തിലേക്ക് അവൻ കൊണ്ടുവന്നു. അത് ദൈവമായതുകൊണ്ട് നാളെ നടക്കാനിരുന്ന ഈ സംഭവങ്ങൾ അവൻ മുൻകൂറായി കൊണ്ടുവന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ഇതാണ് നമ്മൾ ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ ചെയ്യേണ്ടത്. യേശുക്രിസ്തുവിന്റെ കുരിശു മരണം, അവന്റെ രണ്ടാം ആഗമനം വരെ. ഇതാണ് ആരാധനാക്രമം. ഇതാണ് നമ്മുടെ സാങ്ക്ടിഫൈങ് ഗ്രേസ്. ഇതിൽ നമ്മൾ ഭക്തിയോടെ, വിശുദ്ധിയോടെ, എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് സ്നേഹത്തോടെ പങ്കെടുക്കുമ്പോഴാണ് ഇത് നമ്മുടെ ആത്മാവിന് രക്ഷയ്ക്ക് കാരണമായി. നമ്മുടെ ജീവിത ചക്രവാളങ്ങളെ വിശാലമാക്കുന്ന ദൈവ സാന്നിധ്യം, കണ്ടുമുട്ടൽ, എൻകൗണ്ടർ വിത്ത് ഗോഡ്, ദൈവത്തെ വഹിക്കുന്ന സക്രാരിയായി നമ്മൾ മാറുന്നതിന്റെ കാര്യം അതാ. ഇതൊരു ആചാരം. ഇത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് മറ്റൊരു മതത്തിലും ഇങ്ങനെ സാധിക്കില്ല. കാരണം അവർക്ക് അങ്ങനെ സാധിക്കില്ല എന്ന കാരണം യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ ദൈവം. മറ്റാർക്കും അത് സാധിക്കില്ല. വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂറായി ഇവിടേക്ക് സന്നിവേശിപ്പിക്കപ്പെടാൻ, മരണത്തിന്റെ തല തകർത്തിട്ട് ചരിത്രത്തിലേക്ക് ഇറങ്ങി വരാൻ, ഈ നിമിഷം എൻ്റെ സ്വന്തമാകാൻ, ഈ നിമിഷം എൻ്റെ ഈ രഹസ്യങ്ങളുടെ മുഴുവൻ നന്മകളും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയും. മിശിഹായുടെ പ്രവൃത്തി, ആരാധനക്രമം മിശിഹായുടെ പ്രവൃത്തിയാണെന്ന് പറയാൻ കാര്യം അതാ, നമ്മുടെ പ്രവൃത്തിയല്ല. ബാക്കി കൊന്തയൊല്ലുന്നത്, നൊവേന നടത്തുന്നത്, തീർത്ഥാടനം നടത്തുന്നത്, പ്രാർത്ഥിക്കുന്നത് എല്ലാം നമ്മുടെ പ്രവൃത്തികളാണ്. ദൈവത്തിന്റെ കൃപ കൂടെയുണ്ട്, നല്ലതാ. പക്ഷേ ആരാധനാക്രമം അത് മിശിഹായുടെ പ്രവൃത്തിയാണ്, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അവന്റെ മരണവും ഉത്ഥാനവും നമ്മൾ ആഘോഷിക്കുകയാണ്. അതിലൂടെ ദൈവം നമുക്ക് രക്ഷ നമ്മൾ സ്വന്തമാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊരു ആചാരമല്ലെന്നും അപ്പം മുറിക്കൽ മാത്രമല്ലെന്നും വിരുന്നല്ലെന്നും, മറിച്ച് ഏകപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി. അതിനാണ് കൂദാശ എന്ന് പറയുന്നത്, വിശുദ്ധീകരിക്കുന്ന കർമ്മം. ഇത് നമ്മളെ ശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന നാവിലേക്ക് എടുത്തു വെച്ച് തന്നിട്ട് നമ്മളോട് പറയും, കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ട. ഇത് നമ്മളെ കത്തിക്കില്ല, നമ്മുടെ പാപം മുഴുവൻ കത്തിച്ചു കളയും. ഈ തീക്കട്ട ഇത് നമ്മുടെ പാപം മുഴുവനും കത്തിച്ചു കളയുന്ന, ശുദ്ധീകരിക്കുന്ന കൃപയായി. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ഇത് വെറും അപ്പം മുറിക്കലല്ല, ആത്മശോധന ചെയ്തിട്ട് വേണം ഇത് ഭക്ഷിക്കാൻ. വെറുതെ ഒരു അപ്പം മുറിക്കലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആത്മശോധന ചെയ്തിട്ട് നമ്മുടെ തന്നെ ആത്മാവിനെ പരിശോധിച്ചിട്ട് പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിച്ച് കുമ്പസാരിച്ചിട്ടൊന്നും സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇത് യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. അവന്റെ മരണവും ഉത്ഥാനവും നമ്മൾ ധ്യാനിക്കുകയാണ്. അതിൻ്റെ രഹസ്യങ്ങൾ ഇവിടേക്ക്
കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ആദിമസഭ ഭാവനയിൽ ഉണ്ടാക്കിയെടുത്ത കാര്യമല്ല ഇത്. ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണതാണ് ഈ വചനം. ക്രിസ്തു പ്രവർത്തിച്ചതാണിത്. ക്രിസ്തു ചരിത്രത്തിൽ പ്രവർത്തിച്ച കാര്യമാണ് ലിറ്റർജി. അതുകൊണ്ടാണ് അത് അവസാനത്തെ രാത്രിയിൽ അവൻ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഇത് ചെയ്തെങ്കിൽ മാത്രമേ, ഇത് മാറ്റിമറിക്കാൻ പറ്റില്ല, ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ കൃപ നമുക്ക് പൂർണ്ണമായി കണ്ടെത്താൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് മനസ്സിലാക്കണം, ഇത് യുണീക്കായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഇതിന് മുൻ മാതൃകകളില്ല. മറ്റു മതങ്ങൾ ഇതുപോലൊരു പ്രവൃത്തി ചെയ്തിട്ടില്ല. മറ്റ് ദൈവശാസ്ത്രജ്ഞന്മാർ ഇതുപോലൊരു പ്രവൃത്തി ചെയ്തതിൻ്റെ അടയാളങ്ങളില്ല. അത് ഒരിക്കലും മനുഷ്യന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു പ്രവൃത്തിയില്ല. യേശു തീർത്തും നവീനമായ പുതിയതായ ഒരു കാര്യം തൻ്റെ മരണത്തിൻ്റെ തലേ രാത്രിയിൽ ആ അത്താഴ സമയത്ത് അവൻ ആവിഷ്കരിച്ചിട്ട് തൻ്റെ മരണത്തെയും തൻ്റെ ഉത്ഥാനത്തെയും തൻ്റെ രണ്ടാം വരവ് വരെയുള്ള ഈ രഹസ്യങ്ങളെ ഈ അപ്പത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് ഈ ഒരു ആചാരം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. നവീനമായ ഒരു ഉടമ്പടിയായിരുന്നു. അതാണ് നമ്മുടെ വിശുദ്ധീകരണത്തിന്, ആത്മരക്ഷയ്ക്കും കാരണമാകുക. പലരും കരുതിയിരിക്കുന്ന വടക്കേ ഇന്ത്യയിലൊക്കെ പോകുന്നവരൊക്കെ ഇതിനെ കരുതിയിരിക്കുന്ന പ്രസാദം സ്വീകരിക്കുന്നതാണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയി ഇങ്ങനെ നിന്ന് പ്രസാദം സ്വീകരിച്ചിട്ട് പ്രസാദം കഴിക്കുന്ന കണക്കെ വന്ന് കുർബാന സ്വീകരിച്ചിട്ട് പോകും. പ്രിയപ്പെട്ടവർ, അങ്ങനെയല്ല ഇത്. കാരണം എന്താണെന്നറിയാമോ? ഇത് തരുന്ന ആള്, ഇതിന്റെ കാരണക്കാരനായ ആളെന്ന് പറയുന്നത് സാക്ഷാൽ യേശു ക്രിസ്തുവാണ്, ദൈവപുത്രനാണ്. മറ്റെല്ലാ മതങ്ങളിലെ ആചാരങ്ങൾ മതപുരോഹിതന്മാർ ചെയ്യുന്ന പോലുള്ള കാര്യമല്ല ഇത് എന്റെ ദൈവമാണ്. ഇതാണ് ഇതിന്റെ വ്യത്യാസം. വസ്തുവിലല്ല, ഈ വ്യക്തിയിലാണ് വ്യത്യാസം. ഇതെന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വർഗത്തിന്റെ പദ്ധതിയാണ്. ഇതൊരു പ്രസാദം കണക്കെ വാങ്ങിക്കുന്നത്, ഇതല്ല, അവന്റെ ജീവനാണ്, ജീവിതമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ വിശുദ്ധ കുർബാനയിലെ പൊതുവായിട്ടുള്ള അനുസ്മരണയെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. പീലാസ വലത്ത് കൈയിലും കാസ ഇടത്ത് കൈയിലും എടുത്തുകൊണ്ട് കുരിശാകൃതിയിൽ തബലീത്തായുടെ മുകളിൽ പിടിച്ചുകൊണ്ട്, അതായത് ഈ ബലിപീഠത്തെങ്കിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുരോഹിതൻ ഓരോ നിയോഗങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമേ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ദൈവവും കർത്താവുമാം രക്ഷകനുമായ യേശുമിശിഹായുടെയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷാകരമായ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രത്യേകിച്ച് മാലാഖ മുഖേനയുള്ള സന്ദേശം, മഹനീയമായ മനുഷ്യാവതാരം, ശരീരപ്രകാരമുള്ള ജനനം, ജോർദാൻ നദിയിലെ മാമോദീസ, 40 ദിവസത്തെ ഉപവാസം, രക്ഷാകരമായ പീഡാനുഭവം, കുരിശാരോഹണം, ജീവദായകമായ മരണം, സംപൂജ്യമായ കബറടക്കം, മഹനീയമായ പുനരുത്ഥാനം, സ്വർഗാരോഹണം, പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തുള്ള സ്ഥാനം, ഇവയുടെ അനുസ്മരണ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ കാഴ്ച വസ്തുക്കൾ മൂലം ഈ പ്രിയപ്പെട്ട ജനത്തിന്റെ മേൽ കരുണ തോന്നണമേ. ഇതാണ് അപ്പവും വീഞ്ഞും കയ്യിലെടുത്തുകൊണ്ട് പുരോഹിതൻ ഈ അനുസ്മരണ എന്ന് പറയുന്നത് അവന്റെ രഹസ്യങ്ങളെയാണ് ഓർക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മള് വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ എന്ന് പറഞ്ഞാൽ, പാപമില്ലാത്തവൻ പാപിയായി എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കാൻ ഒരുങ്ങിയ രാത്രിയിൽ അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ സ്ഥാപന വചനങ്ങൾക്ക് ശേഷം പുരോഹിതൻ പിന്നീട് കൈകൾ താഴ്ത്തി വിരിച്ചു പിടിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. എന്താണെന്നറിയാമോ? ഈ പ്രാർത്ഥനയാണ്: കർത്താവേ, നിന്റെ മരണത്തെയും 3-ാം ദിവസത്തെ പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതിനെയും നീതിപൂർവം ലോകത്തെ ന്യായം വിധിച്ച് ഓരോരുത്തരുടെയും പ്രവൃത്തിക്കനുസൃതമായി പ്രതിഫലം കൊടുക്കാനിരിക്കുന്ന നിന്റെ 2ാമത്തെ വരവിനെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഇത് നിമിത്തം രക്തം ചിന്താതെയുള്ള ഈ ബലി നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. പിന്നെ കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പ്രതികാരം ചെയ്യരുതേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതായത് ഈ അനുസ്മരണ അവൻ്റെ രഹസ്യങ്ങൾ ഓർത്തിട്ടാണ് നമ്മൾ പിന്നീട് ബലി പൂർത്തിയാക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ ബലിയിൽ നടക്കുന്നത് മുഴുവനും അവൻ്റെ രക്ഷാകര രഹസ്യങ്ങളെയുടെ ധ്യാനം. ഇത് തിരുവത്താഴത്തിൻ്റെ ഓർമ്മയല്ല,
പിൽക്കാലത്ത് സഭ കണ്ടെത്തിയതുമല്ല. യേശുക്രിസ്തുവിന്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ ദൈവവചനമാണ്. അവൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങളാണ് നമ്മൾ ലിറ്റർജിയിൽ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് മറ്റേത് പ്രാർത്ഥനകളെക്കാളും വിശുദ്ധ കുർബാനയ്ക്ക്, കൂദാശകൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു ദൈവ പൈതലെ, നിന്റെ ആത്മരക്ഷ നീ ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റെല്ലാ ആചാരങ്ങളും നൊവേനകളും എല്ലാ ഭക്താഭ്യാസങ്ങൾക്കും ഉപരി നീ വിശുദ്ധ കുർബാനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ നിന്റെ ആത്മരക്ഷ ഉറപ്പാണ്. വളരെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ.